എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 36 ശ്ലോകം 7, 8, 9, 10, 11, 12, 13. 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ഉറക്ക കരയുന്ന ആ ഗോകുലവാസികളോട് ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ആ വൃഷഭാസുരനോട് പറയണു, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. മാ ഭൈഷ്ടേതി ഗിരാശ്വാസ്യ വൃഷാസുരമുപാഹ്വയൽ ഗോപാലൈ പശുഭിർമന്ദ ത്രാസിതൈക്കിം അസത്തമ. ഓടുന്ന ഗോകുലവാസികളെ നോക്കിയിട്ട്, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വൃഷഭാസുരനോട് പറയാ, ഏട്ടാ മൂട്ട, എടാ പരമദുഷ്ട, പേടിച്ചോടുന്ന പശുക്കളുടെയും പശുപാലകന്മാരുടെയും പിന്നാലെ നീ എന്തിനാ ഓടണത്? അവരെ കൊണ്ട് നിനക്കെന്താ കാര്യം? എന്റെ അടുത്തേക്ക് വാ, നീ എന്തിനാ അവരുടെ പിന്നാലെ ഓടണത് എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുകയാണ് ഭഗവാൻ. ബലദർപ്പഹാകം ദുഷ്ടാനാം തദ്വിധാനാം ദുരാത്മനാം സ്ഫോട്യാച്യുതോരിഷ്ടം തലശബ്ദേന കോപയൻ. ഭക്തന്മാരുടെ സകല സങ്കടങ്ങളെയും അപഹരിക്കുന്ന ശ്രീഹരി അങ്ങനെ പറഞ്ഞ ശേഷം, നിന്നെ പോലെ അഹങ്കാരികളായ ദുഷ്ടന്മാരുടെ ബലത്തെയും ദുരഹങ്കാരത്തെയും നശിപ്പിക്കുന്നവനും നാശരഹിതനുമായിരിക്കുന്നവനാണ് ഞാൻ, നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് കൈകൾ 2 കൈയും കൂടി കൊണ്ട് ഉറക്കം അട്ടിക്കാൻ തുടങ്ങിയത്. കൈ കൊട്ടി ആ ശബ്ദം കൊണ്ട് അരിഷ്ടന്റെ കോപത്തെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. 2 കൈയും ഇങ്ങനെ അട്ടിക്കാൻ തുടങ്ങി. അങ്ങോട്ട് കേട്ടപ്പോ അരിഷ്ടാസുരന് ഭയങ്കര ദേഷ്യം വന്നു. സഖ്യുരം സേ ഭുജാഭോഗം പ്രസാര്യാവസ്ഥിതോ ഹരി സോപ്യേവം കോപിതോരിഷ്ട കുരേണാവനിമുല്ലിഖൻ ഉദ്യൽ പുച്ഛ പ്രവന്മേഘ ക്രുദ്ധ കൃഷ്ണമുപാദ്രവൽ. അതങ്ങോട്ട് കോപത്തെ പിന്നെ വർദ്ധിപ്പിക്കുക ഭഗവാൻ. അങ്ങനെ അരിഷ്ടൻ അടുത്തേക്ക് ഓടി അങ്ങോട്ട് വന്നപ്പോ ഒന്നും സംഭവിക്കാത്ത പോലെ നിസ്സാര ഭാവത്ത് അത് മനസ്സിലാവണമെന്ന് വിചാരിച്ചിട്ട് ഒരു കുലുക്കമില്ലാതെ തന്റെ സുഹൃത്തിന്റെ തോളില് കൈ അങ്ങോട്ട് ഇട്ടു. നീട്ടി അങ്ങോട്ട് പിടിച്ച് ആ സുഹൃത്തിന്റെ കഴുത്തിൽ അങ്ങോട്ട് കൈ ഇട്ടുകൊണ്ട് നീണ്ടിരിക്കുന്ന തന്റെ കൈ നീട്ടി വെച്ചിട്ട് സുഖമായിട്ട് അങ്ങോട്ട് നിന്നു. ഒന്ന് അനങ്ങാണ്ട് അങ്ങോട്ട് നിന്നു. ഇങ്ങനെ കണ്ടില്ലേ അവജ്ഞാഭാവം, വാടാ ഇങ്ങോട്ട് വാ എന്ന് പറയല്ലേ. അങ്ങോട്ട് കേട്ടപ്പോ അരിഷ്ടന് കൂടുതൽ ദേഷ്യം വന്നു. കുളമ്പ് കൊണ്ട് ആ 2 കുളമ്പ് ഇട്ടിട്ട് ആ ഭൂമി അങ്ങോട്ട് പിളർന്നു. അപ്പൊ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ അതിഭയങ്കരമായിട്ട് പൊടി പറക്കാൻ തോന്നി. ഉയർത്തിപ്പിടിച്ച ആ വാലിന്റെ അറ്റം കൊണ്ട് മേഘങ്ങളെ അങ്ങനെ അങ്ങും ഇങ്ങും പറപ്പിച്ചു എന്നാ പറയണേ. മേഘങ്ങളെയൊക്കെ ഇങ്ങനെ അത്ര ഉയരത്തിലാണ് അവന്റെ വാലേ. മേഘങ്ങളൊക്കെ ഇങ്ങനെ പറപ്പിച്ചു ഈ അരിഷ്ടാസുരൻ. അങ്ങനെ അത്ര ദേഷ്യം വന്നിട്ട് ഒരു അനക്കമില്ലാതെ നിൽക്കണ ഭഗവാന്റെ നേരത്തേക്ക് അങ്ങോട്ട് പാഞ്ഞു വന്നു. അഗ്രന്യസ്തവിഷാണാഗ്ര സ്തബ്ധാസൃഗ്ലോചനോച്യുതം കടാക്ഷിപ്യാദ്രവത്തൂർണം ഇന്ദ്രമുക്തോശനിർയഥാ. എങ്ങനെയാ ഭഗവാന്റെ നേർക്ക് അവൻ പാഞ്ഞു വന്നതെന്ന് വർണ്ണിക്കാണ്. കൂർത്ത കൊമ്പുകൾ കൊണ്ട് ഇപ്പൊ കുത്തിക്കൊല്ലും എന്നുള്ള ഭാവത്തില് നേർക്ക് നീട്ടിയും ചോര കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ തുറിച്ച കണ്ണോടെ ദഹിപ്പിക്കുന്ന വിധത്തില് വിലങ്ങത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടും ദേവേന്ദ്രനാൽ വിടപ്പെട്ട വജ്രായുധം എന്ന പോലെ അസഹ്യ വേഗത്തോടും ശക്തിയോടും കൂടി ശ്രീകൃഷ്ണന്റെ നേർക്ക് അവൻ പാഞ്ഞു വന്നു. ഇന്ദ്രൻ വിട്ട വജ്രായുധം പോലെ അവൻ ഭഗവാന്റെ നേരത്തെ ഇങ്ങോട്ട് വന്നു എന്നാ പറഞ്ഞ. തുറിച്ച കണ്ണ് ചൊക്കച്ചൊക്കെന്നുള്ള ചോര കണ്ണുകൊണ്ട് ഒക്കെ ആയിട്ട് ഗൃഹീത്വാ ശൃംഗയോസ്തം വാ അഷ്ടാദശപദാനി സ പ്രത്യപോവാഹ ഭഗവാൻ ഗജ പ്രതിഗജം യഥാ. നേരിട്ട് വരുന്ന ആ വിഷഭാസുരന്റെ 2 കൊമ്പുകളിൽ 2 കൈ കൊണ്ട് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അവനെ അങ്ങോട്ട് പൊക്കി. മത്തഗജം എതിരിട്ട് വരുന്ന മറ്റൊരു ഗജത്തെ എന്ന പോലെ അങ്ങനെ മതിച്ചു വരുന്ന ആനയെ പിടിച്ചു നിൽക്കണ വേറൊരു
മതിച്ച ആനയെ പോലെ അവൻ നിൽക്കണ സ്ഥലത്ത് നിന്ന് 18 അടി ദൂരെ ഏറ് പിടിച്ചിട്ട് 2 കൊമ്പിലും പിടിച്ചിട്ട് അവനെ വട്ടം ചുറ്റി ഒരൊറ്റ ഏറങ്ങ് കൊടുക്കും. സോപവിത്തോ ഭഗവതാ പുനരുത്ഥായ സത്വര ആപതൽസ്വിന്ന സർവാംഗോ വിശ്വസൻ ക്രോധമൂർച്ഛിത. ഒരു കവണ കൊണ്ട് ഇങ്ങനെ കല്ലെറിയാണ്. എത്ര വിഷമമുണ്ട്. അത് അത്ര നിസ്സാരമായിട്ട് ഇത്ര ഘോരരൂപനായ ആ വൃഷഭാസുരനെ കൈകൾ കൊണ്ട് ദൂരെ എറിഞ്ഞപ്പോ അവന് പൊട്ടാന്ന് അങ്ങോട്ട് വീണു. അപ്പൊ തന്നെ വളരെ വേഗത്തിൽ അവൻ എണീറ്റ് ദേഹാസകലം ഇങ്ങനെ വേർത്ത് കുളിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ദേഷ്യം ഇരട്ടിച്ചിട്ട് ദീർഘശ്വാസം വിട്ട് കുതിച്ചുകൊണ്ട് വീണ്ടും അസുരൻ ഭഗവാന്റെ നേർക്ക് പാഞ്ഞെത്തി. തമാപതന്തം സ നിഗൃഹ്യ ശൃംഗയോ പദാസമാക്രമ്യ നിപാത്യ ഭൂതലേ നിഷ്പീഡയാമാസ യഥാർദ്രമംബരം കൃത്വാ വിഷാണേന ജഘാനസോപതൽ. അങ്ങനെ അവൻ ഭഗവാന്റെ നേരേക്ക് ഇങ്ങനെ വന്ന് തന്റെ നേർക്ക് ചാടി വീഴുന്ന ആ വൃഷഭാസുരന്റെ കൊമ്പുകൾ അങ്ങോട്ട് പിടിച്ചു ഭഗവാൻ. എന്നിട്ട് അവനെ നിലത്തേക്കാണ്ട് ഉരുട്ടിയിട്ടിട്ട് അലക്കുകാര് ഈ തുണി നനച്ച് കല്ലിലിങ്ങനെ അടിച്ച് കാൽ കൊണ്ട് ചവിട്ടി പിഴിയില്ല, അതുപോലെ കൈകൾ കൊണ്ട് ഇങ്ങനെ കശക്കി പിഴിഞ്ഞ് വെള്ളം കളയണ പോലെ ആ കാളയുടെ ദേഹത്തില് കാലുകൊണ്ട് ചവിട്ടി പദം വരുത്തി കൈകൾ കൊണ്ട് അങ്ങോട്ട് അമർത്തി രോമകൂപങ്ങളിൽ കൂടി ധാരധാരയായിട്ട് രക്തം പുറത്തേക്ക് അങ്ങോട്ട് പുറപ്പെടുവിപ്പിച്ചു. അലക്കുകാരൻ മുണ്ട് പിഴിയണ പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് ചോര ഇങ്ങനെ കുട്ടാന്ന് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി രോമകൂപത്തിൽ കൂടി. എന്നിട്ട് ആ കൊമ്പ് പറിച്ചെടുത്ത് കൈ പിടിച്ചു. യമദണ്ഡം കൊണ്ട അന്തകൻ എന്ന പോലെ കാളയുടെ തലയ്ക്ക് ആദ്യം അതിന്റെ കൊമ്പ് കൊണ്ട് തന്നെ ആട്ടിച്ച് അവനെ വീഴ്ത്തി. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.